സോ ഗൈസ്, ബിഗ് ബോസിന്റെ മറ്റൊരു വീക്കെൻഡ് എപ്പിസോഡ്, ഫ്രൈഡേ എപ്പിസോഡ് അല്ലേ? സാധാരണ സാറ്റർഡേ സൺഡേ ആണ് വരുന്നത്. അപ്പൊ അദ്ദേഹം യുഎസിലായതുകൊണ്ട് ഫ്രൈഡേ വരികയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചത് ഫ്രൈഡേയും സാറ്റർഡേ ലാലേട്ടൻ കാണുന്നതാണ്. പക്ഷെ ലാലേട്ടൻ ഇന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ നാളെ സാറ്റർഡേ എപ്പിസോഡിൽ മിക്കവാറും വൈൽഡ് കാർഡ്സ് കയറുന്നൊരു പരിപാടിയായിരിക്കും നാളെ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് എനിക്ക് തോന്നുന്നു. കാരണം ചെന്നൈയിലേക്ക് ഓൾറെഡി വൈൽഡ് കാർഡ്സ് എല്ലാം എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 7 പേരെങ്കിലും നാളെ കയറാനുള്ള ചാൻസ് ഉണ്ട്. കാരണം 7ന്റെ പണിയാണല്ലോ. അപ്പൊ 7 വൈൽഡ് കാർഡ്സ് ആയിരിക്കും നാളെ സീസൺ 7ലേക്ക് കയറുന്നത്. അപ്പൊ ഇപ്പൊ തന്നെ ഹൗസിൽ 10-15-16 പേര് ഇപ്പൊ അതിനകത്തുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഈ 7 ആകുമ്പോഴത്തേക്ക് 10-22 പേരാകും. എല്ലാം കൂടെ എങ്ങനെയാവും എന്നുള്ളത് നമുക്ക് ഇനി കണ്ടറിയണം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ സത്യം പറഞ്ഞ ലാലേട്ടൻ തൂക്കിയൊരു എപ്പിസോഡാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഇന്നത്തെ എപ്പിസോഡിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തത് ലാലേട്ടനാണ്. ഇന്ന് ചോദിക്കാനായിട്ട് ഒരുപാട് വിഷയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ലാലേട്ടന് സമയം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ജിസയിൽ അനുമോളുടെ കാര്യമാണ് ചോദിച്ചത്. പിന്നെ ക്യാപ്റ്റൻസി എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചിട്ടില്ല. അതിനെപ്പറ്റി വേറെ ഒന്നിനെ പറ്റി ചോദിച്ചില്ല. ജിസയിൽ അനുമോൾ ഫോക്കസിലാണ്. പിന്നെ ആരിന്റെ ഒരു വിഷയം സംസാരിച്ചു. ഇതല്ലാണ്ട് വേറെ ടോപ്പിക്സ് ഇല്ല. പക്ഷെ ലാലേട്ടൻ നൈസായിട്ട് എല്ലാത്തിനെയും നെവിന്റെ വിഷയം സംസാരിച്ചു. പിന്നീട് നെവിന് ഇറങ്ങിപ്പോയ കാര്യം സംസാരിച്ചു. ബാക്കി എല്ലാവരും ലാലേട്ടൻ ഇങ്ങനെ ഊക്കിപ്പൊളിച്ച് വിടുകയാണ്. ലാലേട്ടൻ സത്യം പറഞ്ഞ ലാലേട്ടന്റെ ഇന്ന് കൊട്ടുകൊണ്ട് എല്ലാരും ഉണ്ട്. ഇത് എല്ലാവർക്കും കിട്ടി. ലാലേട്ടൻ നല്ല ഹാപ്പിയാണ്. കാരണം പുള്ളിയുടെ പടം നന്നായിട്ട് ഓടി. പുള്ളി ഈ ഷൂട്ട് വരുന്ന സമയത്ത് പുള്ളിയുടെ ഹൃദയപൂർവ്വത്തിന്റെ പുള്ളി ഓൾറെഡി യുഎസിൽ കണ്ടിട്ടുണ്ട് സിനിമ. അപ്പൊ അതിന്റെ റെസ്പോൺസ് ഒക്കെ പുള്ളി ഹാപ്പിയാണ്. അപ്പൊ പുള്ളി അപ്പൊ നന്നായിട്ട് ഒരു പോസിറ്റീവ് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ കിട്ടിയ എല്ലാത്തിനും പുള്ളിയൊക്കെ നേരത്തെ പിടിച്ച് ഊക്കി വിട്ടിട്ടുണ്ട്. അതെല്ലാം കൊള്ളായിരുന്നു. കാരണം ലാലേട്ടൻ ഇത്രയും എനർജറ്റിക് ആയിട്ട് നിൽക്കുമ്പോൾ എപ്പിസോഡ് കാണാനായിട്ട് നമുക്ക് ഭയങ്കര ഒരു രസമാണ്. ലാലേട്ടൻ വന്നിട്ട് ഏറ്റവും ആദ്യം കാണിച്ച ഒരു ഫുട്ടേജ് ഉണ്ട്. അപ്പൊ അതിനകത്ത് അവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അനുമോൾ ജയിലിൽ പോയ സമയത്ത് അനുമോളുടെ ഒരു തക്കട് വാഹനം കൊണ്ടാണ് പോയത്. ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പോ അനുമോളുടെ ഗെയിമിനെ ഞാൻ വിമർശിച്ചിട്ടുണ്ട്. അനുമോൾക്ക് അവിടെ പ്രത്യേകിച്ച് ഇപ്പൊ ബിഗ് ബോസ് അനുമോൾക്ക് വേണ്ടിയിട്ട് മാത്രം എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അനുമോള് ജയിലിൽ പോകുന്ന സമയത്ത് അനുമോളുടെ പാവയായിട്ട് പോവാണ്. ഇത് ഹൗസ് മേറ്റ്സ് ചോദ്യം ചെയ്യുന്ന സമയത്ത് ബിഗ് ബോസ് ഒന്നും പറഞ്ഞിട്ടില്ല അനുമോളത് കൊണ്ടുപോകാൻ പാടില്ലെന്ന് പറഞ്ഞൂടെ? അങ്ങനെ ഇപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പൊ അനുമോള് പാവ കൊണ്ടുപോവാ. പടുത്താറ്റ് ജയിലിൽ പോകുന്ന ആളെ കുറച്ച് കഴിക്കാൻ കുറച്ച് സാധനം കൊണ്ടുപോയി പോലെ അങ്ങനെ ഇഷ്ടമുള്ള കൊണ്ടുപോവാ. ജയിലിൽ പോകുന്ന സമയത്ത് എന്തെങ്കിലും മേക്കപ്പ് എടുത്ത് അതാണ്. അപ്പം ഇത് എവിടെ എല്ലാവർക്കും നിയമം ഒരുപോലെ ആയിരിക്കണം. അപ്പൊ അനുമോൾക്ക് വേണ്ടി മാത്രം അനുമോൾ പാവയും കൊണ്ട് പോകും. പിന്നെ അനുമോളുടെ ഈ പാവ പരിപാടി നിങ്ങൾ സീസൺ 2 കണ്ടിട്ടുണ്ടെങ്കിൽ രജിത് കുമാർ എന്ന് പറഞ്ഞ ഡോക്ടർ രജിത് സാർ അല്ലെ, ഈ രജിത് കുമാർ എന്ന് പറയുന്ന ആ വ്യക്തി, അദ്ദേഹം രജിത് സാർ ഈ പാവ പരിപാടി ഓൾറെഡി ചെയ്തതാ, ബിഗ് ബോസ് ചെയ്തതാ. നിങ്ങൾ ഇന്ന് എപ്പിസോഡ് കണ്ടപ്പോ മനസ്സിലായി അനുമോള് ഒരു പാവ. എന്തായാലും പാവക്ക് ജീവനിൽ അനുമോൾക്ക് അറിയാൻ പാടില്ലേ? അതിനെ കുളിപ്പിക്കുന്ന പോലെ ഒരു ടർക്കിക്കകത്ത് കിടത്തുന്നു, അതിനെ ആരിനൊക്കെ വന്നിട്ട് അതിനെ കെട്ടിത്തൂക്കി ഇടുന്ന സമയത്ത് അനുമോളെന്തോ ആരോ തൂങ്ങിച്ചത്ത പോലെ അയ്യോ എന്റെ മുന്നോ തൂങ്ങിച്ചത്ത ഒരു പ്രതീക്ഷ ഓടി ചെല്ലുകയാണ്. അതവരെ കെട്ടിത്തൂക്കിട്ട് ഒരു പാവയല്ലേ. അപ്പൊ അതിനെ നേരെ ഒരു ടർക്കിക്കകത്ത് കിടത്തുന്നു, അനുമോള് കിടത്തുന്നു. പിന്നെ വേറെ ഒരു ശ്വാസം മുട്ടാതിരിക്കാൻ പുതപ്പ് മാറ്റി കൊടുക്കുന്നു. അല്ല, ഈ പാവ കണ്ടന്റ് അനുമോള് ഹോംവർക്ക് ചെയ്തതാണ്, പുറത്തുനിന്ന് പഠിച്ചിട്ട് വന്ന സാധനമാണ്. ഇനി നിങ്ങൾ നോക്കിക്കോ, ആ പാവയായിട്ട് അനുമോള് നടക്കും. എന്നിട്ട് ആ പാവയോട് അനുമോള് എവിടെയെങ്കിലും സംസാരിക്കും. കാരണം അനുമോക്ക് ഹൗസിൽ ആരും, കാരണം ഇത് ഒറ്റപ്പെടൽ സ്ട്രാറ്റജിക്ക് പറ്റിയൊരു സാധനമാണ്. ഇനി ആരും വേണ്ടെന്നേ. അനുമോൾക്ക് ഈ പാവ കിട്ടിയില്ല. ഇനി അനുമോൾ എന്ത് ചെയ്യുമെന്ന് അറിയാവോ? അനുമോൾ ഒറ്റക്ക് ആ പാവയോട് പോയിട്ട് സംസാരിക്കും. അതുകൊണ്ടാണ് ഇന്ന് പാവയെ പോയിട്ട് എന്ത് ചെയ്തത്, ഈ കുളിപ്പിച്ച് പൊട്ടക്ക് തുടിപ്പിച്ച് ഒരു കിടത്തി വിരിച്ച് തണുപ്പിട്ടായിരിക്കാൻ വേണ്ടി വിരിച്ചിട്ട് ശ്വാസം മുട്ടായിരിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ മുഖം മാത്രം പുറത്ത് ഇതൊന്നും അറിയത്. ഇതാ ഞാൻ പറഞ്ഞേ, ഈ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഫേക്ക് ആവരുത്. ഇത്രയും നമ്മൾ ബിഗ് ബോസ് കാണാൻ നിൽക്കുന്നത് സ്റ്റാൻഡേർഡ് വിടുന്ന ഫേക്ക് പേഴ്സണെ അല്ല നമ്മൾ ബിഗ് ബോസിലൂടെ സപ്പോർട്ട് ചെയ്യേണ്ടത്. എനിക്കത് പറ്റുന്നൊരു കാര്യമല്ല. ഞാൻ എപ്പോഴും പറഞ്ഞതാണ്, നമ്മള് റിയൽ കളിച്ചില്ലേലും കുഴപ്പമില്ല, നീ വെറുതെ ഇരുന്നോ. പക്ഷെ ഫേക്ക് ഗെയിം കളിക്കരുത്. ഇപ്പൊ രേണു സുധി അവിടെ ഒന്നും കളിക്കുന്നില്ല, വെറുതെ ഇരിക്കുക. രേണു സുധി അവിടെ അവരെ നമുക്ക് വിമർശിക്കാൻ പോലും തോന്നില്ല, കാരണം അതൊന്നും ചെയ്യുന്നില്ല. ഇപ്പോ ഫേക്ക് കളിക്കരുത്. അനുമോൾ അവിടെ ചെയ്യുന്നത്, ഇത് അനുമോളുടെ ടീം അനുമോളുടെ ഇത് പറഞ്ഞു കൊടുത്തതാണ്. അനുമോളെ ഇതേപോലെ പാവയായിട്ട് പോവുക, പാവയായിട്ട് ഈ കമ്മ്യൂണിക്കേഷൻ കൂടെ അനുമോൾ സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾ നോക്കിയോ, നാളെ വഴക്കുണ്ടാകുന്ന സമയത്ത് അനുമോൾ നേരെ പോയിട്ട് ആ പാവയായിട്ട് പറഞ്ഞ അനുമോൾ ഇന്ന് കരയും. ഇത് അനുമോളുടെ സ്ട്രാറ്റജിയാണ്. അതൊരു ഫേക്ക് ഗെയിമാണ്. ആ ഫേക്ക് ഗെയിമൊന്നും നമുക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റത്തുമില്ല. അപ്പൊ നെവിൻ വന്നിട്ട് എന്തോ, അപ്പൊ നെവിൻ ഏറ്റവും ആദ്യം ഈ പാവ ഇങ്ങനെ തിരിച്ചിടാൻ വേണ്ടിയിട്ട് നെവിനോടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേ നെവിൻ തന്നെ പോകുന്ന സമയത്ത് എന്തോ ഡയലോഗ് അടിക്കുന്നുണ്ട്, എന്റെ എന്തോ ഒരു ഇതിനാണെങ്കിൽ ഇട്ടിരുന്നെങ്കിൽ എനിക്ക് സഹിക്കൂല. ഇടയ്ക്ക് നെവിന്റെ ഈ പരിപാടിയാണ്. നെവിൻ ഇടയ്ക്ക് ഇങ്ങനെ 2 വള്ളത്തില് കാലിയോട്ടുന്ന ഒരു പരിപാടി ഉണ്ട്. അനുവുമായിട്ട് ഭയങ്കര കൂട്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ജിസേലുമായിട്ട് പോകുന്നു. അങ്ങനെ ഇനി ലാലേട്ടൻ വന്നിട്ട്
അനുമോൾ ജിസേൽ ടോപ്പിക്കാണ് ഏറ്റവും ആദ്യം. അതിനകത്ത് ഞാൻ പറഞ്ഞു അനുമോളുടെ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ മിസ്റ്റേക്ക്. അതായത് അനുമോൾ അവിടെ നേരെ വോട്ടിങ് തുടക്കം കുറിച്ചൊന്നല്ല. അതായത് ഇപ്പൊ ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് ഇപ്പൊ എന്റെ ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് പലരും പറയുന്നുണ്ട് സിജോ പ്രൊവോക്ക് ചെയ്തല്ലേ. പ്രൊവോക്കിംഗ് എന്ന് പറയുന്നത് ബിഗ് ബോസിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അവിടെ ചെയ്യാം. അതിൽ എപ്പിസോഡിലാണെങ്കിൽ ലൈവിലാണെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് കണ്ടിട്ടില്ല. അയാൾ തൊട്ട് നോക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് തൊടുന്നേ. അയാളിപ്പോ തൊടരുത് എന്ന് പറയാൻ തൊട്ടില്ല അയാളുടെ ദേഹത്ത്. അയാൾ പറഞ്ഞ ധൈര്യം ഉണ്ടെങ്കിൽ തൊട്ട് നോക്കണം എന്ന് പറഞ്ഞു. ധൈര്യമുള്ള അപ്പൊ എനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ തൊട്ട് നോക്കുന്നു. സി അനുമോളുടെയും ജിസേലിനെയും കോണ്ടന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ജിസേലയുടെ അനുമോളെ നീ ഒന്നിനെ ടച്ച് ചെയ്ത് നോക്കൂ തൊട്ട് നോക്കുന്നൊന്നും പറയുന്നില്ല. മേക്കപ്പിന്റെ ഞാൻ പറയുമ്പോൾ അനുമോൾ നേരെ പോയിട്ട് ടിഷ്യൂ എടുത്തിട്ട് ജിസേലിന്റെ അനുവാദം ഇല്ലാണ്ട് ജിസേൽ പ്രൊവോക്ക് ചെയ്യാണ്ട് പോയി ഉരച്ചു നോക്കുക ചെയ്യും. അത് അനുമോളുടെ മിസ്റ്റേക്ക് ആണ്. അനുമോൾ ചെയ്യുന്ന മിസ്റ്റേക്ക് ആണ്. അപ്പൊ ജിസേല് പിടിച്ച് ഒരിക്കലും ആർക്കും ഇഷ്ടപ്പെടില്ല. ഈ ഇപ്പൊ ലാലേട്ടൻ ചോദിച്ചല്ലോ അനുമോളുടെ അടുത്താണ് ഇങ്ങനെ ചെയ്ത് അനുമോക്ക് ഇഷ്ടപ്പെടുവോ? അനുമോൾ അറിയില്ലെന്ന് അനുമോക്ക് ഇഷ്ടപ്പെടാൻ പോകുന്നില്ല. ഇനി അനുമോൾ ഞാൻ എപ്പിസോഡ് റിവ്യൂവിനും പറഞ്ഞതാണ് അനുമോൾ തള്ളുമ്പോ ആ തള്ളുന്നത് റോങ് ആണ്. അനുമോളെ പിടിച്ച് തള്ളുമ്പോ കാരണം ഇപ്പൊ ഫോഴ്സ്ഫുള്ളി തള്ളിയിട്ട് അനുമോൾ ഉടനെ പോയി ഇടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വലിയ പ്രോബ്ലംസിലേക്ക് പോകും. അല്ല അനുമോളുടെ ആ ഒരു കാരണം അനുമോൾ ഇതിനു മുമ്പ് ജിസേലിനെ പിടിച്ച് തള്ളിയിട്ടുണ്ട്. അത് മാത്രമല്ല ഈ മേക്കപ്പിന്റെ കാര്യം പറഞ്ഞ് തുടരെ ഒരുപാട് സമയം ജിസേലിന്റെ അടുത്ത് അനുമോൾ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ അനുമോൾ അവിടെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യട്ടെ. അപ്പൊ അനുമോൾ അവിടെ പോയിട്ട് കരഞ്ഞോണ്ടിരിക്കും. എത്രയോ വട്ടം അനുമോൾ കരയുന്നുണ്ട്. അപ്പൊ ഒരാൾ അനുമോൾ ഇനി മേലിൽ കരയാൻ പാടില്ല എന്ന് പറഞ്ഞ് നമുക്ക് ഇഷ്ടപ്പെടുവോ? അപ്പൊ ജിസേൽ അവിടെ ജിസേലിന്റെ ഗെയിമാണത്. ജിസേലിന്റെ ഒരു ഗെയിം ഞാൻ ജിസേലിന്റെ ക്വാളിറ്റി ആയിട്ട് കണ്ടെന്നറിയോ? ജിസേൽ അവിടെ ഇപ്പോ ഒരു കള്ള ഫേക്ക് ഒരുപാട് ചെയ്തിട്ടല്ല ജിസേലിന്റെ ഗെയിം. ജിസേൽ ഇപ്പൊ റൂൾ ബ്രേക്ക് ചെയ്യും. അതൊരു ഗെയിമാണ്. കാരണം ഇപ്പോ മേക്കപ്പ് ഐറ്റംസ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഈ സീസണിൽ ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്യുമ്പോൾ അതൊരു ഗെയിം സ്ട്രാറ്റജിയാണ്. അത് ആരെയും വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്നില്ല. പക്ഷെ അനുമോളുടെ ഗെയിം എങ്ങനെയാണ്? വ്യക്തിപരമായിട്ട് ആൾക്കാരെ അധിക്ഷേപിച്ചുകൊണ്ടാണ്. ഇപ്പൊ അനുമോൾ ഇപ്പോ ആര്യനെ പോയിട്ട് വാഴ എന്ന് വിളിക്കുന്നു, കോഴി എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ അപ്പാനയുടെ ഭാര്യനെ പറ്റി പറഞ്ഞു. അപ്പൊ പറയുന്നുണ്ട്. അനുമോളുടെ ഗെയിം ഞാൻ എപ്പോഴും പറഞ്ഞതാണ്, അനുമോള് അവിടെ വ്യക്തിപരമായിട്ട് ഓരോ ആൾക്കാരെ അധിക്ഷേപിച്ചുകൊണ്ടും പ്രാഗിക്കൊണ്ടും ഗെയിം കളിക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡില് ജിസേൽ ആരെയും വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്നില്ല. ജിസേൽ പറഞ്ഞിട്ടുണ്ട് നിനക്കിപ്പോ മറ്റേ പൊക്കത്തിന്റെ കാര്യം എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഒരു പൊക്കത്തിന്റെ കാര്യം പറഞ്ഞ അധിക്ഷേപിക്കല്ല പറഞ്ഞത്. പൊക്കം കുറവാണെന്ന് പറഞ്ഞു. അപ്പോ ജിസേൽ അവിടെ ഈ കോഫി അടിച്ച് മാറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മേക്കപ്പ് ഐറ്റംസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരുടെ സ്ട്രാറ്റജിയാണത്, അവരുടെ ഗെയിമാണത്. അത് മനസ്സിലാക്കണം. നമ്മൾ കുറച്ചുകൂടെയൊക്കെ നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള ഗെയിമിന്റെ കാര്യം കളിക്കണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പൊ അനുമോക്ക് കൃത്യമായിട്ട് അറിയാം. ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിട്ട് അനുമോളെ മാത്രം വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് അനുമോക്ക് സപ്പോർട്ട് കിട്ടും. കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പൊ ഓരോ സീസണിലും ലാലേട്ടൻ വന്നിട്ട് ഏറ്റവും കൂടുതൽ വഴക്ക് പറയുന്ന ആളാരാണോ അവർക്ക് പുറത്ത് സപ്പോർട്ട് കിട്ടും. അനുമോക്ക് ഇത് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അനുമോൾ എത്ര വഴക്ക് കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ എന്റെ ഈ സ്ട്രാറ്റജി തന്നെ ഉപയോഗിച്ച് മുന്നോട്ട് പോകും. കാരണം ബിഗ് ബോസിന്റെ മലയാളം ഓഡിയൻസ് കണ്ട് ശീലിച്ച ഗെയിമാണ് അനുമോൾ വീണ്ടും കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അനുമോക്ക് സപ്പോർട്ട് കിട്ടും, അനുമോക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അനുമോൾ ഇത് തുടർന്ന് പോവുകയും ചെയ്യും. അതൊരു ക്വാളിറ്റി ഗെയിം ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതല്ല ഗെയിം. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ അനുമോൾ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുമെങ്കിൽ അടുത്ത വർഷം അനുമോളുടെ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ എന്റെ സീസണിനകത്ത് ഉണ്ടായിരുന്ന ജിൻഡോ എന്താ ചെയ്തേ? എല്ലാവരും പറ്റിച്ചുകൊണ്ട് ഒരു ഫേക്ക് ഗെയിം കൂടെ കളിച്ചു. ആ ഫേക്ക് ഗെയിമിൽ എല്ലാവരും വീണുപോയി. ഇത്തവണ എന്ത് ചെയ്യും? അപ്പോ അയാൾ വിന്നർ വരെ ആവുന്നു. അപ്പോ അടുത്ത സീസൺ ആകുമ്പോഴത്തേക്ക് ആൾക്കാർ എന്ത് ചെയ്യും? കണ്ടോ, അതിങ്ങനെ റിപ്പീറ്റ് ചെയ്യപ്പെടും. അത് മനസ്സിലാക്കുക. അല്ലാണ്ട് അസൂയോ കുശുമ്പോ കൊണ്ടൊന്നും പറയുന്നതല്ല. നമുക്ക് നല്ല ഗെയിം കാണാൻ വേണ്ടിയിട്ടും സത്യസന്ധമായിട്ട് അവിടെ കളിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പോ അത് മുങ്ങിപ്പോവാനകത്ത്. അതുകൊണ്ടാണ് നമ്മളത് പറയുന്നത്. ഇനി ഈ ജിസയിൽ മേക്കപ്പ് ഇടുന്ന തെറ്റാണെന്ന് ചോദിച്ചാൽ അതവരുടെ റോങ് ആയിരിക്കാം. ആർക്കും അത് ബുദ്ധിമുട്ടില്ല. അവരത് ബിഗ് ബോസ് അവർ തമ്മിലാണ് ഗെയിം. ബിഗ് ബോസ് ആണ് ശിക്ഷ കൊടുക്കുന്നു, ജിസയിലെ ഡയറക്റ്റ് നോമിനേഷനകത്ത് വിടുന്നു, വാൺ ചെയ്യുന്നു. ഓൾറെഡി മോഹൻലാൽ തന്നെ പറയുന്നുണ്ട് സ്വേച്ഛാധിപതിയാണ്, ജിസയിൽ അത് യൂസ് ചെയ്യാം. അതെ, അതിപ്പോ അങ്ങനെ വേണേ പറയാം. ആ സമയത്ത് ഞാൻ സ്വേച്ഛാധിപതി ആയതുകൊണ്ട് ഞാൻ യൂസ് ചെയ്താണെന്ന് പറയാം. പക്ഷെ ഉന്തും തള്ളും ഒരച്ചിലൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് രണ്ടുപേരും അടുത്ത വീക്കിലേക്ക് ലാലേട്ടൻ നോമിനേഷൻ എടുക്കുകയും ചെയ്തു. പിന്നീട് നെവിന്റെ ഒരു സംഭവം, നെവിൻ പുറത്തു പോയതിനെ പറ്റി ചോദിക്കേണ്ടായി. ഈ ആദിലൻ നോറയും കൂടെ പ്രൊവോക്ക് ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞതാണ്, അത് അവരുടെ ഗെയിമാണ് പ്രൊവോക്ക് ചെയ്യുന്ന പറഞ്ഞത്. നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല. യെസ്, അവരത് പ്രൊവോക്ക് ചെയ്തു. ഇനി അവരുടെ പ്രൊവോക്കിംഗ് രീതി അവര് ആ സമയത്ത് നെവിന്റെ കാര്യം ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ പറയാം നട്ടല്ലുണ്ടെങ്കിൽ നീ ഇറങ്ങിപ്പോടാ എന്നൊക്കെയാണ് പറയുന്നത്. ആ സമയത്ത് നെവിന് വേണമെങ്കിൽ അവിടെ മെൻ കാർഡ് യൂസ് ചെയ്യാം. അതായത് ഞാൻ ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറയട്ടെ, ഇപ്പം എനിക്ക് നട്ടലുണ്ടെങ്കിൽ ഇറങ്ങിപ്പോടാന്ന് പറയാണ്. ഞാൻ പറയാം ആണുങ്ങൾക്ക് നട്ടലുണ്ടോ നിനക്ക് അറിയത്തില്ലേടി, നീ എന്തിനാ ആണുങ്ങൾ അധിക്ഷേപിക്കുകയാണെന്ന് ചോദിച്ചാൽ വളച്ചൊടിക്കാം. അവിടെ ആദില നോറ എന്താ ചെയ്തേ?
അവരുടെ കമ്മ്യൂണിറ്റിയെ എടുത്തിട്ടു. അതിന്റെ ഇടക്കോട്ട് നെവിന്റെ സംസാരത്തിന്റെ ഇടക്ക് ടോക്കിന്റെ ഇടക്ക് അവരുടെ കമ്മ്യൂണിറ്റിയെ പറ്റി എടുത്തിട്ടു. അതായത് ഞങ്ങൾ ഇങ്ങനെ ഒരേപോലെ അവര് ലെസ്ബിയൻസ് ആണ്, അപ്പം ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നത് കൊണ്ട് ഞങ്ങളെ പിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവൻ കമ്മ്യൂണിറ്റിയുടെ പല ആൾക്കാരുടെ തവണ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന രീതിയിൽ എടുത്തിട്ടു. ആ സമയത്ത് നെവിന് വേണമെങ്കിൽ പറയാം, ആണുങ്ങളൊക്കെ നാട്ടിലില്ലേ, നാട്ടിലുണ്ട്, അപ്പൊ ഞാൻ നിന്റെ മുമ്പ് പ്രൂവ് ചെയ്യണോ ആണാണെന്ന്? അല്ല, ഞാൻ പറയാണ്, അപ്പൊ നിന്റെ മുമ്പ് ഞാൻ പ്രൂവ് ചെയ്യണോ നട്ടിലുണ്ടോ? നീ എന്തിനാ ഇങ്ങനെ ആണുങ്ങൾ അധിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ട് നീ സംസാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മെൻകാർഡാവും. വേണമെങ്കിൽ ഇവർ അങ്ങനെ യൂസ് ചെയ്യായിരുന്നു, ഇവർ ഇറങ്ങിപ്പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഈ ഇറങ്ങിപ്പോക്കെന്ന് പറയുമ്പോഴത്തേക്കും അത് ബിഗ് ബോസ് അവിടെ കളിച്ചിട്ടുണ്ട്. കാരണം ബിഗ് ബോസിന് അതൊരു കോണ്ടന്റ് വേണമായിരുന്നു. അതുകൊണ്ടാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് വീണ്ടും അതിനെപ്പറ്റി സംസാരിച്ച് നെവിനെ കൊണ്ട് ചോദ്യങ്ങൾ ചോദിപ്പിക്കും, ഉത്തരം പറയിപ്പിക്കുകയും ചെയ്തിട്ട് നെവിനെ പിടിച്ച് പുറത്താക്കിയത്. അത് ബിഗ് ബോസിന്റെ ഒരു ഗെയിം സ്ട്രാറ്റജിയാണ്. അന്നേ ഞാൻ പറഞ്ഞത് നെവിനെ എന്തായാലും അവർ തിരിച്ച് കയറ്റും. ഞാൻ കൃത്യമായിട്ട് റിവ്യൂവിൽ പറഞ്ഞ കാര്യമാണ്. നെവിനെ തിരിച്ച് കയറ്റും, അത് ബിഗ് ബോസ് TRPക്ക് വേണ്ടിയിട്ട് ചെയ്ത ഒരു കാര്യമാണ് എന്നുള്ളത്. ആ സമയത്ത് നെവിനോടെ പുറത്തു പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, തിരിച്ച് ഗെയിം കളിക്കായിരുന്നു. അപ്പൊ അതിൽ നോറ പറഞ്ഞില്ലേ, അതിലെടുത്ത് നോറോടത്ത് ഇതേപോലെ ആരെങ്കിലും പുറത്തു പോകുന്ന ചോദിച്ചാൽ അവർ പോവില്ല, അവർ 100% പോവില്ല. അവരെന്ത് ചെയ്യും, അവിടെ നിൽക്കും. ആ സമയത്ത് നീ പെണ്ണാണെങ്കിൽ പൊടി എന്ന് പറഞ്ഞാലും അവർ പറയാൻ, അവരെന്താ അവരോട് പറയാൻ വേണ്ടി പോകുന്നത്, ഞാൻ പെണ്ണാണ്, നിന്റെ ഇറങ്ങി പോയിട്ടുണ്ട് എനിക്ക് പ്രൂവ് ചെയ്യാനായിട്ട്, ഇന്ന് പോടാ പൊട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിപാടി കഴിഞ്ഞു. ഇത്രയുള്ള സംഭവം. അപ്പൊ നെവിൻ ഇറങ്ങിപ്പോയത് നെവിന്റെ മണ്ടത്തരമായി പോയി. നെവിൻ എന്തായാലും തിരിച്ചെടുത്തു. അപ്പോൾ രേണു സുധിയുടെ ചാരട്ടൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അത് രേണുവിന്റെ ഗെയിമാണ്, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ രേണു പുറത്തു പോകാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്? അല്ല, രേണുവിന് ബിഗ് ബോസിന്റെ അകത്തെത്തിയപ്പോഴാണ് രേണുവിന് മനസ്സിലായത് അവർക്ക് കളിക്കാൻ പറ്റുന്നില്ല. രേണുവിന് തന്നെ മനസ്സിലായി എനിക്ക് ഒന്നിനും പറ്റുന്നില്ല. രേണുവിന് അറിയാം എനിക്കതിന് സാധിക്കില്ല, എനിക്കിത് പറ്റൂല എന്ന് രേണുവിന് കൃത്യമായിട്ട് അറിയാം. അത് മനസ്സിലാക്കിയ രേണു പോകാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെ പോകാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടാ എനിക്ക് പറ്റൂല, ലാലേട്ട എന്നെ വിട്ടാൽ മതി, ഞാനങ്ങ് പുറത്തു പോയിക്കൊള്ളാം ലാലേട്ട എന്ന് പറഞ്ഞാൽ മതി, ഇറക്കി വിടും. അവർക്ക് പുറത്തു പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഇതൊക്കെ ഫേക്കാണ് ഈ പരിപാടി എല്ലാം. അവരവിടെ ചെയ്യുന്നത് എന്താണ്, അവർക്ക് സ്വന്തമായിട്ട് അറിയാം തന്നെ കൊണ്ട് ഇത് പറ്റൂല. ആ സമയത്ത് അവര് പറയുന്ന ഡയലോഗാണ് എനിക്ക് ഇവിടുന്ന് പോകണം, എന്നെ ഇറക്കി വിട് ബിഗ് ബോസ് എന്ന് പറയും. ഇത് പറയുന്നതിനോട് ഗുണം എന്നറിയാവോ, രേണു സുധി നാളെ എഡിക്റ്റായി പുറത്തു വന്നു മീഡിയാസിന് മുന്നിൽ വരികയാണ്. രേണു സുധി എന്ത് പറയുന്നറിയാവോ, ഞാൻ ബിഗ് ബോസിന്റെ അകത്ത് വെച്ച് തന്നെ പറഞ്ഞതല്ലേ എനിക്ക് പറ്റണില്ല എന്ന്, എന്നെ ഇറക്കി വിടാൻ ബിഗ് ബോസിലേക്ക് ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണെന്നേ, ബിഗ് ബോസ് എന്നെ വിടാത്തോണ്ടാ, എനിക്ക് താല്പര്യമില്ല അവിടെ കളിക്കാനായിട്ട്. ഈ മുൻകൂർ ജാമ്യം രേണുസുതി ഇപ്പോഴും എടുത്ത് വെക്കുക. നിങ്ങൾ നോക്കിയോ, രേണുസുതി ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് തന്നെ പറയും. രേണുസുതിക്ക് അറിയാം തന്നെ കൊണ്ട് പറ്റൂല. അപ്പൊ അതിന് രേണുസുതി അവിടെ ഒരു ഗെയിമായിട്ട് മുൻകൂർ ജാമ്യം പോലെ എടുത്ത് വെക്കുന്ന ഒരു സാധനമാണ് ബിഗ് ബോസ് എന്നെ പുറത്തു വിട്, ബിഗ് ബോസ് എന്നെ പുറത്തു വിട്. ഇത്രയുള്ള സംഭവം, അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. ഇനി അവിടുത്തെ ഒരു ബുള്ളി ഗ്യാങ്, അക്ബർ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അപ്പാനി ശരത്തുണ്ട്, പിന്നെ ആര്യൻ, റെന, ഇത്രയാണ്. ജിസയിലും ഉണ്ട് ഒരു പരിധി. ബിന്നിയൊക്കെ ഇടക്കിടക്ക് വന്നു പോകത്തേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ നിൽക്കും. അതെ, ഈ ബുള്ളി ഗ്യാങ്ങിനെ പറ്റി ഒരു കാര്യം ഞാൻ പറയാം. ഇവര് ഇത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അനുമോൾക്ക് വേറെ കോണ്ടന്റ് ഇല്ല. അത് ഇവര് ബുദ്ധിപരമായിട്ട് ഉപയോഗിച്ചാൽ മതി. അവർ ഇന്നത്തെ എപ്പിസോഡിൽ അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊള്ളാം. അതായത് ഈ ബുള്ളി ഗ്യാങ് അവരുടെ ബുള്ളിങ് സ്റ്റോപ്പ് ചെയ്തിട്ട് അവർ വേറെ കോണ്ടന്റിലേക്ക് പോയി കഴിഞ്ഞാൽ അനുമോളുടെ സ്പേസ് കംപ്ലീറ്റ്ലി അവിടെ തീരും. പിന്നെ അനുമോൾക്ക് എന്താ കോണ്ടന്റ് എന്താ, അനുമോൾ ഇതുവരെ ഒരു ഗെയിം കളിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അനുമോളുടെ ഗെയിം ഇല്ല, അനുമോളുടെ ഗെയിം 0 ആണ്. അതായത് അനുമോള് കോണ്ടന്റ് എന്താണ്, മറ്റുള്ള ആൾക്കാർ എന്തെങ്കിലും അനുമോളെ വന്ന് പറയണം, അനുമോൾ തിരിച്ചു പറയും. അനുമോൾ ഇപ്പോഴും സ്റ്റാർ മാജിക്കിനകത്താ. അതായത് അവിടെ തങ്കച്ചൻ വിതുരമായിട്ട് ഒരു പേര് കളിച്ച പോലെ എല്ലാവരുടെ തമാശ പറഞ്ഞ് എല്ലാരും കൂടെ അനുമോൾ ഇങ്ങനെ ലാലേട്ട തന്നെ പറഞ്ഞല്ലോ. ഇപ്പൊ എന്റെ റിവ്യൂവിൽ ഞാൻ പറഞ്ഞ ഒരു പോയിന്റാണ് ലാലേട്ട ഇത് അനുമോളെ എന്തിനാണ് ഈ പാമ്പർ ചെയ്യുന്നത് ചോദിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. റൈറ്റ്, ആ വേർഡ് തന്നെ ലാലേട്ടൻ ചോദിച്ചിട്ടുണ്ട്, എന്താണ് പാമ്പറിങ്. അപ്പോ അനുമോൾ ഇപ്പോഴും, അനുമോളുടെ ഒരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളെ ആരും ഒന്നും പറയരുത്, തന്നെ കുറ്റം പറയരുത്, പക്ഷെ എനിക്ക് എല്ലാരെയും പറയാം. അനുമോൾ ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ സ്റ്റാർ മാജിക് ലെവലാണ് അനുമോൾ ആൾക്കാരെ കാണുന്നത്. ആ ബുള്ളിങ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ അനുമോളുടെ ഗെയിം അവിടെ തീരും. പിന്നെ അനുമോളോട് ഗെയിം ഉണ്ടാവില്ല. ഇപ്പൊ ആരും അനുമോൾ അങ്ങോട്ട് പോയിട്ടൊന്നും പറയുന്നില്ലെങ്കിൽ ഈ അനുമോള് ഈ ക്യാപ്റ്റൻ ആയിട്ടുള്ള ആൾക്കാരെ എതിർക്കുന്നത്, ഇപ്പൊ അപ്പാന്റെ സ്ഥലത്ത് ക്യാപ്റ്റനായി അനുമോള് കംപ്ലീറ്റ്ലി ആ ക്യാപ്റ്റൻസിയെ എതിർക്കുകയാണ്, ജോലി ചെയ്യില്ല, അതങ്ങ് പുല്ല് വിലയാണ് കൊടുക്കുന്നത്. ഇനി സ്വേച്ഛാധിപതികളായിട്ട് 2 പേര് വന്നു, അവിടെ എന്താണ് കംപ്ലീറ്റ്ലി അതിനെ അങ്ങ് മറ്റേ അടച്ചാക്ഷേപിച്ചേക്കുക, അവരെ പറ്റില്ല. ഇതും അനുമോൾ ചെയ്യുന്നത് എന്തിനാണെന്നറിയാവോ, ഇത് അനുമോൾ പ്രാക്ടീസ് ചെയ്ത് വന്നിട്ടുള്ള കാര്യമാണ്. അതായത് അനുമോൾ ഒഴികെ വേറെ ആരെയും അവിടെ താൻ റെസ്പെക്ട് ചെയ്യില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താ ഉണ്ടാവും, അവരെന്ത് ചെയ്യും, അവർക്ക് ദേഷ്യം ഉണ്ടാവും. അപ്പൊ അവര് അനുമോൾ എന്തെങ്കിലും പറയും, അപ്പൊ അനുമോൾ തിരിച്ച് സംസാരിക്കും. അപ്പൊ അനുമോൾ പിന്നെ ക്യാമറയുടെ മുന്നിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടോ പറയുന്നതാണ് എന്നെ പ്രൊവോക്ക് ചെയ്തുകൊണ്ട്. ലാലേട്ടൻ്റെ അടുത്ത് പറയാൻ വേണ്ടി പോകുന്നത് എന്താ, ലാലേട്ടൻ അവരെന്നെ ഇങ്ങോട്ട് ഒന്ന് പ്രൊവോക്ക് ചെയ്യാണ്. ഈ പ്രൊവോക്ക് ചെയ്യാനായിട്ടുള്ള ടൂൾ ഇട്ട് കൊടുക്കുന്ന ആരാ, അനുമോളാ. അനുമോൾ ആരും അനുസരിക്കില്ല. ഇത് അനുമോൾ പഠിച്ചിട്ട് വന്നിട്ടുള്ള സാധനമാണ്. ഞാൻ ആരെ അനുസരിക്കില്ല എന്നും ആരെന്ത് പറഞ്ഞാലും ഞാൻ എതിർത്ത് തന്നെ നിൽക്കുമെന്നും അനുമോൾ പ്രിപ്പയർ ചെയ്ത് പഠിച്ചു വന്ന കാര്യമാണ്. അപ്പൊ അനുമോൾക്ക് കോണ്ടന്റ് ഉണ്ടാവും. ഇതാണ് അനുമോളുടെ സ്ട്രാറ്റജി. ഇത് മനസ്സിലാക്കിയ ആരെങ്കിലും അവിടെ ഗെയിം കളിച്ചു കഴിഞ്ഞാൽ അനുമോളുടെ 0 ഗെയിം സ്പേസ് ഉണ്ടാവില്ല അനുമോക്കോടെ.
ഒരു സ്പേസും ഉണ്ടാകത്തില്ല, അതങ്ങ് കംപ്ലീറ്റ്ലി തീരും. ഞാൻ എൻ്റെ ഫസ്റ്റ് വീക്കിൽ പറഞ്ഞതാണ്, അനീഷ് അവിടെ എന്തെങ്കിലും സംസാരിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് നിങ്ങൾ അനീഷിനെ മൈൻഡ് ചെയ്യാതിരുന്നോ, അനീഷിന്റെ കോണ്ടന്റ് അവിടെ തീർന്നു. ഇപ്പൊ നമ്മളതാ കണ്ടോണ്ടിരിക്കുന്നത്. പക്ഷെ അനീഷ് ഇപ്പൊ വൃത്തിക്ക് കുറച്ചുകൂടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കളിക്കുന്നുണ്ട്. വൃത്തിയുണ്ട് അനീഷിന്റെ ഗെയിമിന്. അനുമോൾക്ക് ഇത് തന്നെ, ആ ബുള്ളിക്ക് അങ്ങ് കംപ്ലീറ്റ്ലി അങ്ങ് അനുമോളെ ബുള്ളി ചെയ്യാൻ വേണ്ടി പോകാതെ അനുമോളുടെ കോണ്ടന്റ് 0 ആവും. അനുമോൾക്ക് അവിടെ സ്പേസ് ഉണ്ടാവില്ല. അത് മനസ്സിലാക്കിയാൽ അവർക്ക് തന്നെ കൊള്ളാം. ഇനി ആരിന്റെ അടുത്ത് ലാലേട്ടൻ ഊക്കി പൊളിച്ചു. ചോദിക്കേണ്ടത് തന്നെയായിരുന്നു. സത്യം, നമ്മൾ എല്ലാവരും ഒരേപോലെ ആഗ്രഹിച്ച കാര്യമാണ്. ലാലേട്ടന്റെ അടുത്ത് കഴിഞ്ഞ വീക്കില് ആരും സംസാരിച്ച കാര്യം പോടത്തിലാണോ സംസാരിച്ചത്? കുടിക്കും പോക്കണ ലാലേട്ട, പിടിക്കും പോക്കണ ലാലേട്ട, കഴുകും പോക്കണ ലാലേട്ട. ലാലേട്ടൻ കറക്റ്റ് ആയിട്ട് ആരിനെ ലാലേട്ടൻ ഊക്കി പൊളിച്ചു വിട്ടിട്ടുണ്ട്. കാരണം ആ മനുഷ്യന് അത്ര എക്സ്പീരിയൻസും കാര്യങ്ങളും അതിന് കിട്ടേണ്ടതായിരുന്നു. പിന്നെ ആര്യൻ തീരെ ഇമ്മച്യൂർ ആയിട്ടാണ് കളിക്കുന്നത്. അതായത് ആര്യൻ പലപ്പോഴും ആര്യന്റെ ആറ്റിറ്റ്യൂഡ് അല്ല, ഇന്നത്തെ ആര്യനും അനുമോളോട് പറഞ്ഞ കാര്യങ്ങളായിരിക്കും. ഈ സ്കൂളിലെ പിള്ളേർ എന്നെ പിച്ചി മാന്തി എന്നെ കുത്തി എന്നെ എന്താ ഒരു കേൾക്കുമ്പോ ലാലേട്ടന്റെ മുന്നിലാണ് നിൽക്കുന്നത് തോന്നൽ പോലും ആര്യനില്ല. അനുമോള് മോശമൊന്നും ഞാൻ പറയത്തില്ല, രണ്ടും കണക്കാണ്. ഇപ്പൊ ആ സമയത്ത് ഷാനവാസ് നൈസ് ഗെയിമോടെ കളിച്ചു കേട്ടോ. അതായത് അനുമോളും ആര്യനുമായിട്ടുള്ള ഇഷ്യൂന്റെ ഇടയ്ക്ക് ഷാനവാസ് വന്നിട്ട് ആരും ഇതേപോലെ എന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്റെ സാധനം എടുത്ത് മാറ്റിയിട്ടുണ്ട്. അത് അനുമോളുടെ ആ ഒരു വാഷ് ചെയ്യുന്ന സാധനം എല്ലാം കൂടെ എന്റെ അടുത്താണ് ആദ്യം കൊണ്ട് വെച്ചത്. ഷാനവാസ് കറക്റ്റ് ആയിട്ട് ആരിട്ടൊരു ഒരു അടി വെച്ചങ്ങ് കൊടുക്കും. ഷാനവാസ് ഈ കാര്യത്തിൽ ഭയങ്കര മിടുക്കനാണ്. ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടുമ്പോഴത്തേക്ക് അവിടെ പോയിട്ട് ഒരാളെ മർമ്മ തടിക്കാനായിട്ടുള്ള ഒരു കഴിവ് ഷാനവാസിനുണ്ട്. നമ്മളത് അപ്പാനി ആയിട്ടുള്ള ഒരു ടോക്കിൽ നമ്മളത് കണ്ടതാ. അപ്പാനി ഇരുത്തിക്കളയുന്ന രീതിയിൽ ഷാനവാസ് കുറച്ച് ഡയലോഗ്സ് അങ്ങോട്ട് അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഷാനവാസ് ആ സാധനം വന്ന് അടിക്കുന്നുണ്ട്. പക്ഷെ ആര്യന് ലാലേട്ടൻ എന്തായാലും പൊളിച്ച് അടുക്കിയിട്ടുണ്ട്. അത് കിട്ടേണ്ട ഒരു സാധനം തന്നെയാണ്. പിന്നെ അനുമോള് ഒരു ഗ്രൂപ്പ്, ഹൗസിലുള്ള 2 ഗ്രൂപ്പുകളെ പറ്റി ലാലേട്ടനോടെ ചോദിക്കുന്നുണ്ട്. എത്ര ഗ്രൂപ്പ് ഉണ്ട്? നമ്മളിപ്പോ നോക്കുമ്പോഴത്തേക്കും ഒന്നല്ല കേട്ടോ, പല ഗ്രൂപ്പുകളുണ്ട്. ഇപ്പൊ നെവിന്റെ ഒരു കിണ്ണ സാധനം ഉണ്ടായിരുന്നു, ഗ്രൂപ്പുകളെല്ലാം പിരിച്ചുവിട്ടെന്ന് പറയുമ്പോഴത്തേക്കും നെവിൻ അത് ഞാനിവിടെ എന്ത് നോട്ടി വെച്ചിട്ടുണ്ട്. അതായത് 2 ഗ്രൂപ്പ് എന്നാ പറഞ്ഞത്. അതായത് ഒന്ന് അനുമോൾ മൂഡ് താങ്ങി ഗ്രൂപ്പ്, അതായത് AMT എന്ന് പറഞ്ഞിട്ട്, പിന്നെ ജിസേൽ ട്രൗസി വള്ളി ഗ്യാങ് GTV. അത് നെവിന്റെ ഒരു സാധനം കേട്ടോ. നെവിൻ അത് ഇങ്ങനെയുള്ള സാധനം അടിക്കാനായിട്ട് ഇന്നത്തെ എപ്പിസോഡില് നെവിനാണ് നെവിൻ പോയി വന്നതിന്റെ ആ ഒരു ഇത്രയും ദിവസത്തെ ആ ഒരു വെടം തീർത്തിട്ടുണ്ട്. അതെ, അവൻ ഇടക്ക് വന്നിട്ട് ലാലേട്ടൻ ലാസ്റ്റ് അമേരിക്കൻ ചോക്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ലാലേട്ടൻ പറഞ്ഞു, നീ ഒരു കാര്യം ഇവിടുത്തെ പുറത്ത് വന്നിട്ട് നീ അന്നത്തെ പോലെ വീണ്ടും ഹൗസിൽ നിന്ന് ഇറങ്ങി വെളിയിൽ വന്ന് നിൽക്കും, ഞാൻ കൊണ്ട് ചോക്ലേറ്റ് വന്നിട്ട് പോവാം. ലാലേട്ടൻ തിരിച്ചു വന്നിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. നെവിന്റെ ഈ സാധനമൊക്കെ ഭയങ്കര രസമായിട്ട്. ആക്ച്വലി ലാലേട്ടൻ വന്നത് ദേഷ്യത്തിലാണ്. പുള്ളിക്കത് എനിക്ക് താല്പര്യം ഇല്ലെന്ന് പറഞ്ഞെന്ന്, പക്ഷെ ലാസ്റ്റ് പോകുന്നത് നെവിന്റെ തമാശയാണ് തിരിച്ചറിഞ്ഞത്. നെവിൻ ആ കാര്യത്തിലൊക്കെ ഭയങ്കര ഒരു രസമാണ്. കാരണം അവൻ ഇടക്കിടക്ക് തഗ്ഗടിക്കാനൊക്കെ ഭയങ്കര ഒരു മിടുക്കുണ്ട്. ഈ എപ്പിസോഡിൽ നമ്മള് ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ ലാലേട്ടൻ ചോദിച്ചിട്ടില്ല, ക്യാപ്റ്റൻസിയെ പറ്റി ഒന്നും ചോദിച്ചിട്ടില്ല, സമയം ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മള് ഇവിടെ ഓർത്തിരിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടി ഉണ്ട്. അനുമോളുടെ സംസാരിക്കുന്നു, ജിസേലിന്റെ അടുത്ത് സംസാരിക്കുന്നു, ആരിന്റെ അടുത്ത് സംസാരിക്കുന്നു, അല്ലെങ്കിൽ അപ്പാനി ശരത്തിന്റെ അടുത്ത് സംസാരിക്കുന്നു, ഷാനവാസ് അടക്കം സംസാരിക്കുന്നു, അനീഷിന്റെ അടുത്ത് ആരുടെ കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നു. നിങ്ങൾ ഇത്ര ആൾക്കാരുടെ പേര് ഞാൻ പറഞ്ഞല്ലോ. റെന എടുത്ത് 1-2 കാര്യങ്ങൾ, ബിന്നി എടുത്ത് 1-2 കാര്യങ്ങൾ കഴിഞ്ഞു. ആദില, നോറ, അവരുടെ അടുത്ത് കുറച്ച്. ഈ ഹൗസിൽ ഞാൻ ഇപ്പൊ പേരെടുത്ത് പറഞ്ഞ ആൾക്കാരല്ലാണ്ട് വേറെ ഒരുപാട് ആൾക്കാരോട് ഇരിപ്പുണ്ട്. അവരുടെ തരത്തിൽ അല്ലാണ്ട് ചോദിക്കാനൊന്നുമില്ല, പറയാനൊന്നുമില്ല. അതിന്റെ അർത്ഥം അവരവിടെ പ്രത്യേകിച്ച് ഒന്നുമേ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതായത് ആ ഹൗസിലുള്ള മെജോറിറ്റിയും ഒന്നും ചെയ്യാതിരിക്കുകയാണ്. അതൊരു വലിയൊരു പ്രോബ്ലമാണ്. നമ്മുടെ ഇപ്പൊ എന്തുകൊണ്ട് 7 വൈൽഡ് കാർഡ്സിനെ അവർ കയറ്റാൻ തീരുമാനിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ ഉള്ള ആൾക്കാര് അത്രയും വീക്കായിട്ട് നിൽക്കുന്നത് കൂടെ കൊണ്ടാണ്. ഇവരെല്ലാരും ഭയങ്കര പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ആൾക്കാരാണെങ്കിൽ 7 പേരെ കയറ്റേണ്ട ആവശ്യമോടെ ഇല്ല. ഒരു 4-5 വരെയൊക്കെ പോവാം. അല്ല, അതും അങ്ങനെ പറയണ്ട. 7ന്റെ പണി അല്ല, 7ന്റെ പണിയില് ഇപ്പൊ ആലോചിച്ച് നോക്കിയാൽ മതി. ഓക്കെ, 7ാമത്തെ സീസണിൽ 7ന്റെ പണിക്ക് 7 വൈൽഡ് കാർഡ്സ് എന്നൊക്കെ പറയാം, അതൊക്കെ ശരിയാണ്. പക്ഷെ ഈ ഹൗസിനകത്തുള്ള എല്ലാരും പക്ക ആക്റ്റീവ് ആണ്. സീസൺ ഭയങ്കര ഹൈയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 7 പേരെ കയറ്റേണ്ട ആവശ്യം അവർക്കില്ല. കാരണം അതൊക്കെ നഷ്ടമല്ല. ഇത്രയും ഇല്ല. കാരണം ഇപ്പൊ സീസൺ 8ലേക്ക് പോകുമ്പോൾ 8 പേരെ കയറ്റുമോ, 9 പോകുമ്പോൾ 9 പേരെ കയറ്റുമോ, 10 പോകുമ്പോൾ അങ്ങനെ നടക്കത്തില്ലല്ലോ. അപ്പോ ഈ അകത്ത് കോണ്ടന്റിന്റെ ഒരു പ്രോബ്ലം അവിടെ ഉണ്ട്, ആക്റ്റീവ് ആകാത്തതിന്റെ ഒരു പ്രോബ്ലം അവിടെ ഉണ്ട്. അല്ലെങ്കിൽ 7 പേര് ഇപ്പൊ കയറേണ്ട ആവശ്യം പോലും സത്യം പറഞ്ഞാൽ അവിടെ ഇല്ല. ഇത്രയും പേയ്മെന്റും കൊടുത്ത് എന്തിനാ ഒരാളെ അനുമോളെന്നെ പറയുന്നുണ്ട് ഇത്രയും പേയ്മെന്റ് കാണിക്കണ്ടേ? നിങ്ങൾ വിചാരിക്കുന്ന പോലെ അതെ. അല്ല, ഇപ്പൊ ഒരാളെ കയറ്റുന്ന പറയുമ്പോഴത്തേക്കും ഒരാൾക്കവിടെ നല്ല ചെലവുണ്ട്.
ഒരാളെ കൊണ്ട് ഞാൻ ബിഗ് ബോസിന് വേണ്ടി ഇവിടെ നിൽക്കുന്നത് അതെ അതെ ആവശ്യം പോലെ ഇരിക്കുന്നു. അനുമോള് പോയ ബിഗ് ബോസിന് വേറെ ആരും അവിടെ ഇല്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ അനുമോളുടെ ആ ഒരു കോണ്ടന്റ് അവിടെ തീർന്നു കഴിഞ്ഞാൽ അനുമോള് പെട്ടു. അതാണ് പുള്ളിക്ക് അങ്ങോട്ട് അവസാനിപ്പിച്ച് വൈൽഡ് കാർഡ്സ് പറഞ്ഞു കൊടുത്താൽ മതി. അല്ല ഈ വരുന്ന വൈൽഡ് കാർഡ്സ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു പുതിയ സ്ട്രാറ്റജി ആയിട്ട് വന്നു കഴിഞ്ഞാൽ അനുമോളുടെ കോണ്ടന്റ് ഇവിടെ തീരും. കാരണം അനുമോളുടെ കോണ്ടന്റ് ക്വാളിറ്റി ഇല്ല, ക്വാളിറ്റി കോണ്ടന്റ് അല്ല. അപ്പൊ അത് ഈ ക്വാളിറ്റി ഇല്ലാത്ത കോണ്ടന്റ് ആകുമ്പോൾ പെട്ടെന്ന് അത് അവസാനിപ്പിക്കാനായിട്ട് ഭയങ്കര ഈസിയാണ്. ഇപ്പോ ഷാനവാസ് അവിടെ മുന്നോട്ട് കൊണ്ടുവന്നൊരു ഗെയിം ഉണ്ടായിരുന്നു അപ്പാനി ശരത്തിനെതിരായിട്ട്. അപ്പാനി ശരത്തിനെ പേടിപ്പിച്ച് ലാലേട്ടൻ അത് സ്റ്റോപ്പ് ചെയ്തു. അക്ബറിനെ അപ്പാനിയെയും ഷാനവാസ് പേടിപ്പിക്കുന്നത് അതൊരു തരത്തിൽ ക്വാളിറ്റി ഉള്ള ഗെയിം ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി ഉള്ള ഗെയിം സ്ട്രാറ്റജി അല്ല. അതായത് ഒരാളെ പേടിപ്പിച്ചാണ് ഗെയിം കളിപ്പിക്കുന്നത്. പേടിപ്പിക്കുന്ന സെൻസ് വേറൊരു ആ പെൺകുട്ടിയോട് നീ പെരുമാറിയതിന്റെ അർത്ഥം വേറെയാണ്, നോട്ടം വേറെയാണെന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു ക്വാളിറ്റി കുറവുണ്ട്. അതൊരു ക്വാളിറ്റി ഉള്ളൊരു ഗെയിമായിട്ട് നമുക്ക് അത് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ രീതിയിൽ പോകുമ്പോൾ അവരത് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അനുമോളുടെയും ക്വാളിറ്റി ഗെയിം ഇല്ലാത്തത് കൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അനുമോൾ 3G ആവും. അനുമോൾക്ക് നല്ല മുട്ടം പണി കിട്ടും ആ പരിപാടിയുടെ തീർന്നു. മിക്കവാറും വൈൽഡ് കാർഡ്സ് വരുമ്പോഴത്തേക്കും ഇനി വൈൽഡ് കാർഡ്സ് വരുന്നതിനകത്ത് ചില ഞാൻ പേര് പറയണില്ല, നല്ല മുട്ടൻ അലവലാദികൾ വൈൽഡ് കാർഡ്സിനകത്തുണ്ട്. അത് വരുമ്പോൾ ഞാൻ പറയാനെ പറ്റി. കാരണം പുറത്ത് കുറെ തോന്നിവാസം കാണിച്ചിട്ട് അകത്ത് നന്മവരം കളിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാർ വൈൽഡ് കാർഡ്സിന്റെ കൂട്ടത്തിലുണ്ട്. അത് നിങ്ങൾ മനസ്സിൽ വെച്ച് ഞാൻ ഈ പറഞ്ഞ പോയിന്റ് കളി തുടങ്ങുമ്പോഴത്തേക്ക് അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. അതിന്റെ സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറയാം. കുറച്ച് ആൾക്കാരെ ഈ വൈൽഡ് കാർഡ്സിന്റെ കൂട്ടത്തിലും പഠിച്ചു വന്ന ആൾക്കാരുണ്ട്. ഞാൻ പുറത്ത് ഇമാതിരി ഊളത്തരം കാണിക്കും, പക്ഷെ അകത്ത് ഞാൻ നന്മമരം കളിച്ച് എല്ലാത്തിനെയും തിരുത്താൻ വേണ്ടി പോവാണെന്ന് പറഞ്ഞിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും കാണാം. അടുത്ത എപ്പിസോഡ് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. നമുക്ക് നോക്കാം. എന്തായാലും നന്നായിട്ട് വരട്ടെ. വൈൽഡ് കാർഡ്സ് കൂടെ കയറിയിട്ട് ഗെയിമൊക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് ചേഞ്ച് ആവട്ടെ, അല്ലെ, മൊത്തത്തിൽ കളർഫുൾ ആവട്ടെ. സോ അപ്പോ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ബൈ.